ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളോട് ചെയ്ത അക്രമത്തിനെതിരെയും അന്യായമായി തടങ്കലിൽ വെച്ചതിനെതിരെയും കോഴിക്കോട് നഗരത്തിൽ ശക്തമായ ക്രൈസ്തവ സഭയുടെ പ്രതിഷേധ ജാഥ നടന്നു. കോഴിക്കോട് അതിരൂപത, താമരശ്ശേരി രൂപത, കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്, കോഴിക്കോട് എക്യുമെനിക്കൽ ഫോറം, കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നഗരത്തിൽ ശക്തമായ പ്രതിഷേധ ജാഥ നടത്തിയത്. നീതി ന്യൂനപക്ഷങ്ങൾക്കും ഒരുപോലെ ലഭിക്കണം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് പ്രതിഷേധക്കാർ നഗരവീഥികളിലൂടെ സഞ്ചരിച്ചത്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെങ്കിലും കേസുകളും തുടർ നടപടികളും റദ്ദാക്കി സന്യാസിനികൾക്ക് നീതി ലഭ്യമാക്കണമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോഴിക്കോട് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോൺസൺ പുത്തൻവീട്ടിൽ പറഞ്ഞു. ഞങ്ങളുടെ 2 സഹോദരിമാർ എന്തു കുറ്റത്തിനാണ് തടവറയിലാക്കപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ തെളിവുകളൊന്നുമില്ല എന്ന് അവസാനം 10 ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ട് കോടതി പറയുമ്പോൾ ഈ 10 ദിവസങ്ങൾ അവർ അകത്ത് കിടക്കേണ്ടി വന്നത് ഈ ലോകമനസാക്ഷിക്കേറ്റം അനുഭവിക്കേണ്ടി വന്ന ഒരു മുറിവിന്റെ ആഴമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള നീതിരഹിതമായ ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭരണകൂടങ്ങൾ ഉടൻ നടപടിയെടുക്കണമെന്നും സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവർക്കെതിരായ അന്യായ കേസുകൾ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടവർ തന്നെ അവയുടെ ധ്വംസകരാകുന്നു എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. സിറ്റി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന പ്രാരംഭ സമ്മേളനത്തിൽ ഫൊറോന വികാരി ഫാദർ ജെറോം ചിങ്ങന്തറ സ്വാഗതം ചെയ്തു. ഇടവക വികാരി ഫാദർ റെനി ഫ്രാൻസിസ് റാലിക്ക് ഫ്ലാഗ് ഓഫ് നൽകി. പള്ളിയിൽ നിന്ന് ആരംഭിച്ച ജാഥ കണ്ണൂർ റോഡ് ജംഗ്ഷൻ, ക്രിസ്ത്യൻ കോളേജ്, ക്രോസ് റോഡ് വഴി സഞ്ചരിച്ച് പള്ളി അങ്കണത്തിൽ സമാപിച്ചു. വൈദികരും സന്യസ്തരും 100 കണക്കിന് വിശ്വാസികളും പങ്കെടുത്ത ജാഥ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഐക്യത്തിന്റെയും നീതിന്യായ ആവശ്യത്തിന്റെയും ശക്തമായ പ്രകടനമായി. സമാപന സമ്മേളനത്തിൽ KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂനപക്ഷങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മിഷണറിമാർ നടത്തുന്ന സേവനം ദൈവത്തിനു വേണ്ടിയുള്ള മനുഷ്യ സേവനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ പ്രതിനിധിയായി ഫാദർ ജെയിംസ്, സന്യസ്തരുടെ പ്രതിനിധിയായി അപ്പോസ്തലിക് കാർമൽ സിസ്റ്റർ ആൽമ, മലങ്കര ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി ഫാദർ ബോബി പീറ്റർ, KLCA സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജോസി എന്നിവർ പ്രസംഗിച്ചു. KLCA രൂപത പ്രസിഡന്റ് ബിനു എഡ്വേർഡ് നന്ദി പ്രസംഗം നടത്തി. പാക്സ് കമ്മ്യൂണിക്കേഷൻസ്, കോഴിക്കോട് അതിരൂപത.